എനിക്കുമൊരു മാതുണ്ടായി പണ്ടെന്നെ നൃപന്നു കൊടുത്തപ്പോൾ കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കൊന്തലയ്ക്കലുടക്കിയവൾ. അവൾക്കു കുളിരിനു കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ. അപ്പോൾ കവിതയിൽ പറയുന്നത് എനിക്കും ഒരമ്മ ഉണ്ടായിരുന്നു എന്ന് പറയണം ഇടയൻ. ഈ പെണ്ണാടിനെ പോലെ തന്നെ എനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയൻ്റെ അമ്മ ഇടയനെ ഒരു രാജാവിനെ ഏൽപ്പിക്കുകയാണ് പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് അമ്മയുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തു. അമ്മ അത് എന്ത് ചെയ്തു? ഈ ഇടയൻ്റെ കോന്തലയ്ക്കൽ തന്നെ കെട്ടിക്കൊടുത്തു. ആ അമ്മ മരിച്ചിട്ട് പിന്നീട് അമ്മയ്ക്കൊരു കമ്പിളി വാങ്ങിച്ചിട്ട് ഇടയൻ വന്നപ്പോഴേക്കും അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കവിതയിൽ പറയേണ്ടത്. എനിക്കുമൊരു മാതുണ്ടായി പണ്ട് എന്നെ നൃപന് കൊടുത്തപ്പോൾ കിട്ടിയ വിൽക്കാശ് അപ്പടി എന്നുടെ കൊന്തലയ്ക്കലുടക്കിയവൾ. അവൾക്ക് കുളിരിന് കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പൂ എന്നാണ് പറയുന്നത്. നോക്കൂ, മരിച്ചു എന്നാണ് പറയേണ്ടത്. മരിച്ചു എന്ന് പറയാൻ ഡിക്ഷണറിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇഹലോകവാസം വെടിഞ്ഞു എന്നോ, അന്തരിച്ചു എന്നോ, നിര്യാതയായി എന്നോ, അങ്ങനെ പല പല വാക്കുകളും പല പല ഭാഷയിൽ പല പല രൂപങ്ങളും മരണത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ എടശ്ശേരി ആ വാക്കൊന്നും എടുക്കുന്നില്ല. എടശ്ശേരി എടുക്കുന്നത് ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പൂ വീടാക്കടമേ മമ ജന്മം. എന്തുകൊണ്ടായിരിക്കാം എടശ്ശേരി ഒരട്ടി മണ്ണു പുതച്ചു കിടക്കുന്ന പുതിയൊരു പ്രയോഗം ഉണ്ടാക്കിയത്? മരണത്തിന് നമുക്ക് ഡിക്ഷണറി നോക്കിയാൽ ഈ ഒരട്ടി മണ്ണ് പുതച്ച് കിടക്കുക എന്നുള്ളതിൻ്റെ ഒരു നിർവചനം കാണില്ല. ഈ കവിതയുടെ അനുഭവം എടശ്ശേരിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം കൂടി ഇതിൽ ഉൾച്ചേരുന്നുണ്ട്. എടശ്ശേരി നമുക്കറിയാവുന്ന പോലെ വക്കീൽ ഗുമസ്തനായിരുന്നു. അപ്പോൾ വക്കീൽ ഗുമസ്തനായിട്ട് എടശ്ശേരി അമ്മ വക്കീലിൻ്റെ കൂടെ എടശ്ശേരി പറഞ്ഞയക്കുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞയക്കുന്ന സമയത്ത് വക്കീൽ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്തു. ആ കാശ് അമ്മ എന്ത് ചെയ്തു? കുട്ടിക്ക് തന്നെ കൊടുത്തു. എടശ്ശേരിയുടെ കയ്യിൽ തന്നെ, എടശ്ശേരി ഗോവിന്ദൻ മേനോൻ എന്ന് പറയുന്ന കുട്ടിക്ക് തന്നെ കൊടുത്തു. ആ കാശ് അങ്ങനെ അവൻ്റെ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയപ്പം, വക്കീൽ പണിയൊക്കെ എടുത്ത് കുറച്ച് കാശ് കിട്ടിയപ്പോൾ അമ്മയ്ക്കൊരു കമ്പിളി വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നപ്പം അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബിംബിസാരൻ്റെ ഇടയനൂടെ കവി അവതരിപ്പിക്കുന്ന കാര്യം ബിംബിസാരൻ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയ ഇടയൻ്റെ കഥയല്ല. എടശ്ശേരി എന്ന് പറയുന്ന കവിയുടെ വ്യക്തിപരമായിട്ട് അനുഭവമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് എടശ്ശേരിക്ക് ഡിക്ഷണറിയിലുള്ള ഒരു വാക്കും തികയാതെ വരുന്നു. അതുകൊണ്ട് പുതിയൊരു വാക്ക് എടശ്ശേരി അവിടെ കോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.